ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അജയ് ദേവ്ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു സെക്സ് സിംബലാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യം സത്യമല്ലേ അജയ്? അതായത് കുട്ടിക്കാലം മുതലേ താങ്കൾക്ക് ബോഡി ബിൽഡിങ്ങിലും ഫാഷനിലും ഒക്കെ വലിയ താല്പര്യമുള്ളെന്നുള്ളത്? ചിലപ്പോഴൊക്കെ. പിന്നെ ഇത് ഞാൻ വായിച്ചിരുന്നു, രാവിലെ 4 മണിക്കല്ല എഴുന്നേക്കും. പിന്നെ 4 മണിക്കല്ല, ഒരു 5-6 മണിക്കൊക്കെ എന്നെ എഴുന്നേപ്പിച്ച് ഓടാനായിട്ട് വിടും. അതെ, വളരെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും അല്ലേ? അതെ. ആ സമയത്ത് ഞാനും നൈസായിട്ട് കളിപ്പിച്ച് രക്ഷപ്പെടും. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് നല്ല ശ്രമങ്ങൾ നടത്തും. ഓരോ വർഷവും ഹിറ്റുകൾ നൽകി വെർസറ്റൈൽ റോളുകൾ ചെയ്തു, വ്യത്യസ്ത ക്യാരക്ടറുകൾ ചെയ്തു. എന്നിട്ടും അജയ് ദേവ്ഗനെ നമ്പർ 1, നമ്പർ 2 കാറ്റഗറിയിൽ ആരും അംഗീകരിച്ചിട്ടേ ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ കുറച്ചുകൂടി പ്രമോഷൻ ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഒരുപക്ഷെ ഈ കാരണമായിരിക്കാം, അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ജോലി, ഫിലിം, സക്സസ് അതെല്ലാം ഒരു ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതല്ലാതെ എനിക്ക് വേറെ കാരണമൊന്നും അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ പ്രൊമോഷൻ ചെയ്യാത്തത്? കാരണം ഞാൻ എപ്പോഴും വളരെ ലേസിയാണ്. ബട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. പക്ഷെ അത് നടക്കാറില്ല. താങ്കൾ ജോലിയുടെ കാര്യത്തിലാണോ ലേസി അതോ പ്രൊമോഷന്റെ കാര്യത്തിലാണോ ലേസി? ഐ തിങ്ക് പ്രൊമോഷൻ. ജോലിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് ലേസിയാണ്, എങ്കിലും ജോലി ഞാൻ നന്നായിട്ട് ചെയ്യും എന്ത് സംഭവിച്ചാലും. താങ്കളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം താങ്കൾ നിറയെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിന് ശേഷം കാജോൾ മാഡം എന്താ നിറയെ പടങ്ങളിലൊന്നും അഭിനയിക്കാതിരുന്നത്? താങ്കൾ മാഡത്തിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ നൽകിയിട്ടുണ്ടോ അഭിനയിക്കുന്നതിന്? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കാജൽ കല്യാണത്തിന് മുമ്പ് എന്തുമാത്രം പടങ്ങൾ ചെയ്യുന്നുണ്ടോ അത്രയും പടങ്ങൾ തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരു വർഷം 1-2 പടങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇംപ്രഷനല്ലേ മോശമായിക്കൊണ്ടിരിക്കും. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബോഡി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഡയറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ടോ? അതെ, ഉറപ്പായിട്ടും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് കൺട്രോളൊന്നും ചെയ്യാറില്ല. ആഹാരം കഴിക്കും, ഒരുപാട് ഓയിലുള്ളൊക്കെ അവോയ്ഡ് ചെയ്യും അതുപോലെ. പക്ഷേ രാത്രിയിൽ മാത്രം കുറച്ച് ലിമിറ്റഡായിട്ട് കഴിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ഇതും വായിച്ചിരുന്നു, താങ്കളൊരു വണ്ടർഫുൾ കുക്കാണ്, വളരെ നന്നായിട്ട് പാചകമൊക്കെ ചെയ്യുന്നത്. അത് ശരിയാണോ? എനിക്ക് എല്ലാ നാട്ടിലെ ആഹാരവും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ മുഗൾ ഫുഡ് നല്ലപോലെ ചെയ്യും, കോണ്ടിനെൻ്റൽ ചെയ്യും, ചൈനീസും ചെയ്യും. മറ്റൊരു ചോദ്യം, അത് കഴിച്ചതിന് ശേഷം ആരോഗ്യം ഇങ്ങനെ തന്നെ കാണുമോ? അതെ, ആഴ്ചയിലൊരിക്കൽ, 15 ദിവസത്തിലൊരിക്കൽ, 2 ആഴ്ചയിലൊരിക്കൽ. അപ്പോൾ നല്ല കഴിക്കാൻ പറ്റുമല്ലോ. അതും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? വിടണമെന്ന് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ശീലങ്ങൾ താങ്കൾക്കുണ്ടോ? അതെനിക്കറിയില്ല. ഞാനത് വിടണമെന്നാണോ വിടണ്ടെന്നാണോ അതിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡാണ്. ഇടയ്ക്ക് ഞാനത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് നടന്നില്ല. ബട്ട് എനിക്കൊരു സ്മോക്കിംഗ് ശീലമുണ്ട്. പിന്നെ ആൽക്കഹോളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അത് അത്ര വലിയ ഹാബിറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല. പക്ഷെ ഞാൻ കഴിക്കാറുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിലെനിക്ക് നല്ല കൺട്രോളും ഉണ്ട്. പക്ഷെ സ്മോക്കിങ്ങിനെ പറ്റി എനിക്കറിയാം. ഉറപ്പായും ഞാനതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ. സ്മോക്കിങ്ങിൽ താങ്കളുടെ പേരിൽ കേസുണ്ട്. താങ്കളും സൽമാനും ട്രെയിനിൽ വെച്ച് സ്മോക്ക് ചെയ്തെന്നുള്ള കേസ് 2-3 കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലെ 2-3 കേസ് സത്യമല്ല കേട്ടോ. ട്രെയിനിലെ സംഭവം സത്യം തന്നെയാണ്. ഞങ്ങൾ ഒരു ഫുൾ ട്രെയിൻ ഹയർ ചെയ്തിരുന്നു. ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഐ നോ ഇറ്റ് വാസ് റോങ്. അതല്ലാതെ വേറെ ഒരു കേസും ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്നുള്ളൊരു കേസും എൻ്റെ തലയ്ക്ക് വെച്ച് തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ മാറ്റിയിരിക്കുന്നു. ഇപ്പോഴും താങ്കൾ ശ്രമിക്കുന്നുണ്ടോ അതോ ഉപേക്ഷിച്ചോ? ഇല്ല, ഞാൻ ഇപ്പോൾ അതിന് ശ്രമിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയാം ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ എന്ന്.